നമസ്കാരം. ധൈര്യമുണ്ടോ പി ജയരാജനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ CPM-നോ ഈ DC ബുക്സിനെതിരെ ഒരു കേസ് കൊടുക്കാനല്ലെങ്കിൽ ഇത്രയും പാരമ്പര്യമുള്ള പ്രശസ്തമായ ഒരു പബ്ലിക്കേഷൻസ് അവർ കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്താര് വിശ്വസിക്കും? ഇത് CPM-ൻ്റെ പി ജയരാജൻ്റെ ഈ ആത്മകഥ ഒരു വാട്ടർലൂ ആയിരിക്കും CPM-ന്, യാതൊരു സംശയവും വേണ്ട ആർക്കും. കാരണം ഇങ്ങനെ പച്ചക്കള്ളം നുണ പടച്ചു വിടുന്നതിന് ഇവർക്ക് യാതൊരു കൂച്ചവുമില്ല. അത് അവരുടെ സെക്രട്ടറി തന്നെ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു കേട്ടില്ലേ, എവിടെയും തൊടാത്ത വർത്താനം. മറുപടി ഉണ്ടോ? കേസെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾ നോക്കാം. എന്താ നോക്കാൻ? എന്തോ നോക്കുന്നത്? നോക്കാനൊന്നുമില്ല. നോക്കേണ്ടത് കേസെടുക്കണം ഉടൻ. ഇന്നമാതിരി ഇതൊരു കളിച്ച കാര്യമല്ല. അതും ഇത്രയും വലിയ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു CPM-ൻ്റെ ഒരു വലിയ വ്യക്തിയുടെ ആത്മകഥയെന്ന് പറഞ്ഞുകൊണ്ട് ലോകം മൊത്തം പരക്കുന്നു. അത് അദ്ദേഹം എഴുതി കൊടുത്തതായിട്ടുള്ള PDF. അപ്പോൾ 24 മണിക്കൂറിനകം ഇത് പബ്ലിഷ് ചെയ്തവരെ, അല്ലെങ്കിൽ ഇതിന് ഇത് ചോർത്തിയവരെ, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ പടച്ചവരെ അപ്പോഴേ പോലീസിന് വിട്ട് റെയ്ഡ് ചെയ്യണ്ടേ? ധൈര്യമുണ്ടോ ഇവർക്ക്? തീർന്നു. അതും ഇന്ന് ഇലക്ഷൻ നടക്കുന്ന ഈ ദിവസം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ പിന്നിൽ ഭയങ്കര ഗൂഢാലോചനയുണ്ട്. പാളയത്തിൽ തന്നെ പടയുണ്ട്. അവരുടെ കൂടെ ഉന്നതിയിൽ നിൽക്കുന്ന പിണറായി വിജയൻ എങ്ങനെയും ഇറങ്ങി പോകണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ, യാതൊരു സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. അപ്പോൾ DC ബുക്സിന് വേണമെങ്കിലും ഇവർക്കെതിരെ കേസിന് പോകാം. എന്ന് വെച്ചാൽ അവരെ അവഹേളനപ്പെടുത്തി. ഇതെന്ന് പറയുന്ന ഇത്രയും വലിയൊരു വ്യക്തിയുടെ ഒരു ആത്മകഥ എഴുതുക എന്ന് വെച്ചാൽ ചുമ്മാ എഴുതാൻ പറ്റത്തില്ലല്ലോ. എത്രയോ പ്രാവശ്യത്തെ ഡിസ്കഷൻ ഈ ഓത്തറുമായിട്ടും, അതല്ലെങ്കിൽ എത്രയോ പ്രാവശ്യത്തെ ഈ പബ്ലിക്കേഷന് പോകുന്നതിന് മുമ്പ് ഇത് എഡിറ്റിങ്ങിന് പോകണം. എഡിറ്റിങ്ങിന് ഓരോ ഭാഗവും നോക്കി ഇദ്ദേഹത്തിൻ്റെ സമ്മതം വാങ്ങിച്ച ഒരു കോൺട്രാക്റ്റ് ഒപ്പിട്ടിട്ട് പ്രിൻറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹം മൊത്തം അത് അവലോകനം ചെയ്തതിന് ശേഷം പ്രിൻറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് ഇത് ടൈപ്പ് ചെയ്യും. അപ്പോൾ ടൈപ്പിംഗ് സെക്ഷനിൽ നിന്നായിരിക്കും ഇത് പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് പോയതെങ്കിൽ നമുക്കറിയത്തില്ല. പക്ഷേ ഇത് ഉടൻ തന്നെ ആരെങ്കിലും ഒരാൾ കോടതിയിൽ പോയിട്ട് ഇതിൻ്റെ നിജസ്ഥിതി അറിയണം. DC ബുക്സിനെയും പിന്നെ പിണറായി വിജയനെയും പി ജയരാജനെയും CPM പാർട്ടിയെയും എല്ലാവരെയും പ്രതിയാക്കിക്കൊണ്ടൊരു കേസിന് പോയി കഴിഞ്ഞാൽ സത്യം വെളി വരും. ആരാണ് കൊടുത്തത്? അതോടുകൂടി ഇവരുടെ മൊത്തം മൂടുപടം അഴിഞ്ഞു വീഴും, യാതൊരു സംശയമില്ല. ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. നീട്ടിക്കൊണ്ട് പോകുന്ന ഈ കേരളത്തിലെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരോടാണ് ഇവർ ഈ കളി അതാണ് ഉപയോഗിക്കുന്നത്. എന്തിന് സരിനെ പോലും പറഞ്ഞിരിക്കുന്നത് പാലക്കാട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ള വയ്യാവലികളൊക്കെ പിടിച്ച് തലയിൽ വെച്ച് കഴിഞ്ഞാൽ പാർട്ടി തന്നെ ഇല്ലാതായി പോകുന്നത്. അന്നേരം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അയാൾ തുറന്ന് പറയുന്നില്ലേ? ഈ പാർട്ടിയിൽ നടക്കുന്ന CPM പാർട്ടിയിൽ നടക്കുന്ന സർക്കാരിൽ നടക്കുന്ന എല്ലാ ദൂഷ്യവശങ്ങളും അദ്ദേഹം തുറന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറ്റിയതിനാണ് എന്താ നമുക്കറിയത്തില്ല. പക്ഷേ ഇത് അപകടമാണ്. ഇത് റോങ് പ്രസിഡൻസ് സെറ്റപ്പ് ചെയ്യും. അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ, ഇരട്ടച്ചങ്കൻ എന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്തുകൊണ്ട് ഉടനെ ഒരു ടീം സെറ്റപ്പ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഇവരെ വിടുന്നില്ല? എവിടെ നിന്ന് ഇത് ലീക്കായി? ബാക്കിയുള്ളതിനൊക്കെ ചുണ കാണിക്കുമല്ലോ ഇല്ലേ? അപ്പോൾ PV അൻവറിനെതിരെ വരെ കേസെടുക്കാൻ പോകുന്നു. അപ്പോൾ അതേപോലെ ചുണ കാണിയില്ല. എന്നിട്ട് ഈ DC ബുക്സിനെതിരെ കേസിടൂ. ഇദ്ദേഹം ഇപ്പോൾ വന്നതുകൊണ്ട് പറയും ഞാൻ ആത്മകഥ കൊടുത്തിട്ടില്ലേ, പിന്നെ ഇതെല്ലാം എങ്ങനെ വന്ന് പരിപ്പ് വടയും കട്ടൻ ചായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിരിക്കാതെ നമ്മളെന്താ ചെയ്യും? ഇത്ര വലിയ ഉന്നത പദവി ഇരിക്കുന്നവരൊന്ന് കേരളത്തോട് മൊത്തത്തിൽ 3.5 കോടി ജനങ്ങളോടും കള്ളം പറയാം, നുണ പറയാം. അപ്പോൾ അതുകൊണ്ട് അതിനൊരു അവസാനം വരണമെന്നുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഇലക്ഷൻ വരും. ഇനിയിപ്പോൾ ഇന്നത്തെ ഇലക്ഷനിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, യാതൊരു സംശയമില്ല. ഇത് എനിക്ക് പറയാനുള്ളത്, ഇത് CPM-ൻ്റെ ഈ ആത്മകഥ, പി ജയരാജൻ്റെ ആത്മകഥ, ഇത് CPM-ൻ്റെ ഒരു വാട്ടർലൂ ആയിരിക്കും. ഇങ്ങനെ ഈ ജനങ്ങളെങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതിന് യാതൊരു സംശയവും ആർക്കും വേണ്ട. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആത്മനിർഭരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉടനെ തന്നെ കേസ് ഫയൽ ചെയ്യണം.
പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം ആരാണ് ഇത് പടർത്തിയത്. ഈ PDF എങ്ങനെ ഇത് സർക്കുലേറ്റഡ് ആയി, എല്ലാവർക്കും ഇതെങ്ങനെ വന്നു എന്ന് കണ്ടുപിടിച്ചിട്ട് ജനങ്ങളോട് പറ. അപ്പം നമ്മൾ പിന്നെയും നിങ്ങളെ വിശ്വസിക്കാം. അതല്ല, ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടി കിട്ടാൻ പോണത് നിങ്ങൾക്കായിരിക്കും, CPM-നായിരിക്കും, വേറെ ആർക്കും ആയിരിക്കത്തില്ല.